എപ്പോഴും തൊഴിലോട് കാണിക്കുന്നത്. ഇപ്പം ഏറെ പോലെ ചിത്രം പ്രിന്റ് ഇറങ്ങിയതിനു ശേഷം വലിയ ഇഷ്യൂസ് ആയതാണ്, ചെയ്തവരെ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന വെച്ചാൽ ഇപ്പൊ ഇറങ്ങുന്ന ചിത്രങ്ങളുടെ HD പ്രിന്റ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. CD കൊണ്ട് ചിത്രം ഇറങ്ങി, അതിന്റെ HD ഇറങ്ങി, മാർക്കോട് HD ഇറങ്ങി. ഇപ്പം ഈ സിനിമയ്ക്ക് എത്രത്തോളം പൈറസി പ്രൊട്ടക്റ്റഡ് ആണ്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഈ സിനിമയ്ക്കെന്നല്ല, ഏതൊരു സിനിമയ്ക്കാണെങ്കിലും പൈറസി എന്ന് പറയുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ട് സിനിമയ്ക്കകത്തുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതോറും അത് നെക്സ്റ്റ് പീപ്പിളിന്റെ ഇറക്കുന്നവർ അത് ഏതൊക്കെ രീതിയിലാണ് ഇറക്കുന്നത് അറിയാം. നമ്മളെക്കാളും അതെ, അതേ പറയാം. നമ്മൾ എത്ര പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അതിനേക്കാളും മുകളിലാണ് ഇതൊക്കെ ഇറക്കുന്ന ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇത്രയും കാലത്തിറങ്ങി ഇത്രയും പേര് ശ്രമിച്ചിട്ട് അതിനെന്തെങ്കിലും തടയാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ ട്രെൻഡ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നാണ് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും തിയേറ്ററുകളിൽ പോകാതിരിക്കാനായിട്ട്. പക്ഷെ ഇത്രയും തിയേറ്ററുകളിലേക്ക് ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാവുകയും തിയേറ്ററിനകത്ത് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത് ട്രൈപോഡൊക്കെ വെച്ച്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിലും ചെന്ന് അത് നോക്കാൻ പറ്റിയൊന്നുമില്ല. അത് പലപ്പോഴും നമ്മളെയൊക്കെ തനിക്ക് പുറത്തു നിൽക്കുന്നൊരു കാര്യമായി മാറിയിരിക്കുന്നു ഈ പൈറസി പുറത്തു വരാതിരിക്കുക എന്നുള്ള കാര്യം. അതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ. അത് എളുപ്പമാണ്, നല്ല സൊല്യൂഷനാണ്. പൈറേറ്റഡ് കോപ്പീസ് പ്രേക്ഷകർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം തിയേറ്ററിലുള്ള ഒരു സിനിമ. അതല്ലെങ്കിൽ അതിന്റെ നമ്മള് TV ചാനലിലും OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പൊ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം. അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് OTT വഴിയാണെങ്കിലും ചാനൽ വഴിയൊക്കെയാണെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ സിനിമ ഏത് സിനിമയും ഒരു സിനിമ നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ കാണാതിരിക്കും. അത് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പൈറേറ്റഡ് കോപ്പി കാണുന്നത് മോഷണങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുകയും പ്രേക്ഷകർ അത് കാണാതിരിക്കുകയും ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ തീരുന്നതാണ്. അല്ലാതെ നമ്മൾ സിനിമയ്ക്കകത്തുള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസീസോ അല്ലെങ്കിൽ പോലീസോ പോലും ശ്രമിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ സൈബർ ക്രൈമാണ് ഇത് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മുടെ പേരിൽ നിൽക്കുന്നില്ല. ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു, ഇത്രയും ആളുകൾ കാണാൻ പോകുന്നു, തിയേറ്ററിലേക്ക് വരുന്നു, ഓരോരുത്തരെയും ക്യാമറ കൊണ്ടോ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു അങ്ങനെയൊന്നും തിയേറ്ററിൽ കയറ്റാൻ പറ്റില്ല. ഭയങ്കര ഇപ്പോഴത്തെ HD ഒക്കെ ഇറങ്ങുന്നതിൽ ഒന്നെങ്കിലും സിനിമയ്ക്ക് അതെനിക്ക് അറിയില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നാലും ഒരു സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ കേസിന്റെ ഭാഗമൊക്കെ അറിഞ്ഞതെന്ന് വെച്ചാൽ പല തിയേറ്ററിൽ നിന്ന് ഒരേ സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് അത് AI വെച്ച് എൻഹാൻസ് ചെയ്തിട്ട് HD ഉണ്ടാക്കി ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊന്നും പറയാനുള്ള സംവിധാനം എന്തായാലും സിനിമയ്ക്കകത്തുള്ള ആൾക്കാരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് തടഞ്ഞേ. പക്ഷെ ഇതിപ്പോ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് അകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്തുള്ളൂ അങ്ങനെ ഒരു HD ലീക്ക് ആയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിഭീകരമായിട്ട് ഉള്ള ഒരു മിസ്റ്റേക്കാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അതുപോലും നമുക്ക് വേണമെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. ഞാൻ നിങ്ങളെപ്പോഴും ഞാൻ പരമാവധി സിനിമകൾ തിയേറ്ററിലും അല്ലെങ്കിൽ TV-യിലും അല്ലെങ്കിൽ OTT-യിലും ഒക്കെ ആയിട്ട് കാണുന്ന ആളാണ്. പൈറേറ്റഡ് കോപ്പിയൊക്കെ വിവരമില്ലാത്ത പ്രായത്തിൽ കണ്ടിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തിയേറ്ററിൽ മാത്രം സിനിമകളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സിനിമയിൽ വരുന്നത് മുമ്പേ തന്നെ ഇതിനകത്തൊരു എത്തിക്സ് ഇല്ലായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സിനിമയിലാണെങ്കിലും TV-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒക്കെ സിനിമ കാണാൻ ഓപ്ഷൻ വന്നു. ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകരെല്ലാവരും ഇത്രയും പൈസയും മുടക്കി ഇങ്ങനെ ഇത്രയും ഇപ്പോ നമുക്ക് തിയേറ്ററുകളിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പലപ്പോഴും 8K ഷൂട്ട് ചെയ്യുന്ന സിനിമ 4K-ലും 2K-ലൊക്കെയാണ് പല തിയേറ്ററുകളിലും പ്രൊജക്ട് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ആ ക്വാളിറ്റി അല്ലാതെ ഒരു ലോ ക്വാളിറ്റി സാധനം
ഉപയോഗിക്കേണ്ട ആവശ്യകത എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോ ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞു. നമുക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റിനേക്കാൾ ഭീകരമാണെന്ന അവയർനെസ് ഉണ്ടായതിനു ശേഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. പൈറസി മോഷണവും പൈറേറ്റഡ് കോപ്പികൾ കാണുന്നത് മോഷണമൊക്കെ ഉപയോഗിക്കുകയോ ആണെന്നുള്ള അവയർനെസ് ആളുകൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു സാധനം ഉപയോഗിക്കില്ല, മോഷണം പോലും ഉപയോഗിക്കില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്ന സ്വിച്ച് ഇട്ട പോലെ ഇതാരും ഉപയോഗിക്കുന്നതിന് പിന്നെ എന്തിനാണോ പൈറസി? അതാണ് അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് തോന്നുന്നു.